ഒരു പച്ചക്കറി കടയിൽ നിന്നും ഉയർന്നു വന്ന ലോകമെമ്പാടും അറിയപ്പെടുന്ന ബ്രാൻഡ്. ഇത് സാംസങ്ങിന്റെ കഥയാണ്. 1938 സാംസങ്ങിന്റെ കഥ ആരംഭിക്കുന്നത്. 1938 ഇന്നത്തെ ദക്ഷിണ കൊറിയ, അന്ന് ജപ്പാൻ അധീനതയിലായിരുന്ന സമയത്ത് ദേഗു എന്ന സ്ഥലത്ത് പച്ചക്കറിയും പഞ്ചസാരയും നൂഡിൽസും ഒക്കെ വിൽക്കുന്നതിനായി ഒരു കട ആരംഭിച്ചു. ആ കടയുടെ പേര് സാംസങ് ട്രേഡിംഗ് കമ്പനി എന്നായിരുന്നു. കൊറിയൻ ഭാഷയിൽ സാംസങ്ങിന്റെ അർത്ഥം 3 നക്ഷത്രങ്ങൾ എന്നാണ്. ബ്യൂങ് ചു ലീ എന്ന ആളാണ് ഈ കട ആരംഭിച്ചത്. കടയിൽ സാധനങ്ങൾ നന്നായി വിറ്റുപോയി. അങ്ങനെ കട ബാക്കി നഗരങ്ങളിലേക്കും വ്യാപിച്ചു. എന്നാൽ കൊറിയൻ യുദ്ധത്തിൽ സാംസങ് പൂർണ്ണമായും തകർന്നു. അവിടെ നിന്നെല്ലാം പിന്മാറി ദക്ഷിണ കൊറിയയിൽ അവശേഷിച്ച ഉസാനിൽ കച്ചവടം പുനരാരംഭിച്ചു. പിന്നീട് യുദ്ധാനന്തര ആവശ്യമുള്ള സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങി. ആളുകൾ കടയിൽ നിന്നും സാധനങ്ങൾ ഏറെ വാങ്ങി. ഇത് കമ്പനിയുടെ വളർച്ചയെ വളരെയധികം സഹായിച്ചു. എന്നാൽ ഒരു പച്ചക്കറി കടയിൽ മാത്രം ഒതുങ്ങാൻ ലീ ആഗ്രഹിച്ചില്ല. അദ്ദേഹം ഒരു തുണിക്കട ആരംഭിച്ചു. വാടകയ്ക്ക് ഒരു തുണിമില്ല് തുടങ്ങി. യുദ്ധത്തിന്റെ ഭാഗമായി കൊറിയൻ സർക്കാർ രൂപീകരിച്ച പുതിയ സാമ്പത്തിക നയങ്ങളെല്ലാം ലീക്ക് വൻ ലാഭമാണ് ഉണ്ടാക്കിക്കൊടുത്തത്. 1968 വൻ ലാഭം ഉണ്ടായതിനെ തുടർന്ന് ലീ തന്റെ ടെക്സ്റ്റൈൽസ് കമ്പനി വിപുലീകരിച്ചു. അധികം താമസിക്കാതെ തന്നെ ലീ കൊറിയയിലെ ഒരു ധനികനായി മാറി. പച്ചക്കറിക്കട, ടെക്സ്റ്റൈൽസ്, ഇതിലെല്ലാം നേട്ടമുണ്ടാക്കിയ ലീ മറ്റു മേഖലയിലേക്ക് പോയാലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. സാംസങ് ഹെവി ഇൻഡസ്ട്രീസ്, സാംസങ് ഷിപ്പ് തുടങ്ങിയ ഒരുപാട് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. 1969 സാംസങ് പുതിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരുപക്ഷെ ആ ഒരു മുന്നേറ്റമാണ് സാംസങ്ങിനെ ലോകശ്രദ്ധ പിടിച്ചുപറ്റാൻ സഹായിച്ചത്. സാംസങ് സൈന്യോ ഇലക്ട്രോണിക്സ് തുടങ്ങിയതാണ് സാംസങ്ങിനെ ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിലേക്ക് എത്തിച്ചത്. 1977 ഇതിനെ സാംസങ് ഇലക്ട്രോണിക്സ് എന്ന ശൃംഖലയുമായി ലയിപ്പിച്ചു. 1970 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി നിർമ്മിച്ചുകൊണ്ട് ഇലക്ട്രോണിക്സ് മേഖലയിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കളർ ടി വി, മൈക്രോവേവ് ഓവൻ, കമ്പ്യൂട്ടർ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചു. അക്കാലത്ത് സാംസങ് കൊറിയയിലെ ഒരു പ്രധാന നിർമ്മാതാവായി അറിയപ്പെട്ടു തുടങ്ങി. കൊറിയൻ ബിസിനസ്സിൽ 50% ഓഹരി സ്വന്തമാക്കാനും അവർക്ക് സാധിച്ചു. അവിടുന്ന് അങ്ങോട്ട് പല ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റും സാംസങ് നിർമ്മിച്ചു. പല സംരംഭങ്ങളും ആരംഭിച്ചു. അങ്ങനെ സാംസങ് തന്റെ നിലയുറപ്പിച്ചു. എന്നാൽ ലോക ജനത സാംസങ്ങിനെ ഏറ്റെടുത്തതിലെ പ്രധാനപ്പെട്ട ഘടകമെന്നത് സ്മാർട്ട് ഫോൺ തന്നെയാണ്. 2009-2010 കാലഘട്ടത്തിലാണ് സാംസങ് ഗാലക്സി സീരീസ് പിറവി എടുക്കുന്നത്. ഇത് കമ്പനിയുടെ ഏറ്റവും പ്രശസ്തമായ ഉൽപ്പന്നമായി മാറുകയും ലോകത്തുടനീളം വിറ്റഴിക്കപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീട്ടിലും ആരെങ്കിലുമൊക്കെ സാംസങ് ഉപയോഗിക്കുന്നത് കാണുമല്ലേ? ഐഫോണിനെക്കാട്ടിലും ആരാധകരാണ് സാംസങ്ങിനുള്ളത്. സാംസങ് ഇപ്പോഴും അതിൻ്റെ ജൈത്രയാത്ര തുറന്നുകൊണ്ടേയിരിക്കുകയാണ്.